ഒരു 10 ലക്ഷം രൂപ. അപ്പൊ ഇത് പങ്കുവച്ചോടോ അല്ലല്ലോടാ, മറ്റെന്തോ വലിയ ബിസിനസ് ആണല്ലോടാ നടത്തിയിട്ടുള്ളത്. ആ എന്നിട്ട് പറ, അവൻ പണം തന്നില്ലേ? ഇന്നലെ അവൻ പണം തരുമെന്ന് ഞാൻ വിചാരിച്ചതാ. അതിനു പകരം അവൻ പറഞ്ഞയച്ചത് അവന്റെ ഒരു മരുമോനെയാ. അവൻ പാളയം മാർക്കറ്റിൽ പണ്ടത്തെ ഒരു ഗുണ്ടായിരുന്നു സാറേ. പേര് വിഷ്ണു, ഇടിവള വിഷ്ണു എന്നാണെന്ന് അവൻ അറിയപ്പെട്ടിരുന്നത്. അവൻ വന്ന് സംസാരിച്ചിട്ട് പോയതിന് ശേഷമാണ് എനിക്ക് കുത്ത് കിട്ടിയത്. അവൻ കൂട്ടത്തിൽ കൊണ്ടുവന്ന ഗുണ്ടകളാ എനിക്ക് ചെയ്ത് ചെയ്തത്. അത് ഉറപ്പാ സാറേ. അതെങ്ങനെ നിനക്കറിയാം? ഒറ്റാൻ എളുപ്പമാ, പക്ഷെ ഒറ്റാനുള്ള ആള് ജീവിച്ചിരിപ്പുണ്ടല്ലേ. പറയടാ, എങ്ങനെ നിനക്കറിയാന്ന്? സംസാരത്തിന്റെ ഇടയ്ക്ക് അവനെ സൂചിപ്പിക്കുകയും ചെയ്തു. 10 ലക്ഷം രൂപ നിനക്ക് തരാതിരിക്കാൻ വേണ്ടിയാണ് ഗോപാലകൃഷ്ണൻ അയാളുടെ മരുമകനായ ഇടിവള വിഷ്ണുവിനെ വിട്ട് കൊല്ലാൻ ശ്രമിച്ചത് അല്ലേ? അത് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ ഞങ്ങൾക്കറിയേണ്ടതേ, ഈ ഗോപാലകൃഷ്ണൻ എന്തിനാണ് നിനക്ക് ഇത്രയും വലിയ തുക തരേണ്ടത്? നിന്റെ കടം മേടിച്ച കാശാണ്? അല്ല. നീ ആരുടെങ്കിലും കയ്യിൽ നിന്ന് മേടിച്ചു കൊടുത്ത രൂപയാണോ? അല്ല സാറേ. പിന്നെ എന്തിനാണ് അയാൾ നിനക്ക് ഇത്രയും കാശ് തരുന്നേ? അതൊരു കൊലം. അല്ല, നീ ഇതുവരെ ഇത് ആർക്കാ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അത് എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാ. അയാൾക്കെന്താ പേരില്ലേ? എന്തുറപ്പില്ല ഇത്രയും വലിയ തുക കൊടുക്കുന്നത്? അതമ്മ എന്റെ ഉറപ്പാ. അമ്മ ഒരു ഒറ്റ മാസം അതൊരു കല്യാണക്കാര്യത്തിന് അത് അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ താമസിച്ചു. അപ്പൊ അത് എന്നോടൊന്ന് സഹായിക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ ഒരു പെൺകുട്ടിയുടെ കാര്യമില്ലേ, നമ്മള് എത്രയോ കല്യാണങ്ങളൊക്കെ നടത്തി എത്രയോ പെൺകുട്ടികൾക്ക് മംഗലഭാഗ്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാ. ഈ മുന്നിൽ വന്ന് നിന്നിട്ട് അച്ഛനും അമ്മയും പിന്നെ ആ പെൺകുട്ടിയും കരയണ കണ്ടപ്പോ പിന്നെ ഞാൻ കൊടുക്കാൻ അങ്ങോട്ട് ഏറ്റു. ഇനിയിപ്പോ വേറൊന്നും ചോദിക്കാനില്ലല്ലോ. ഇല്ല, മറ്റൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുക. നമ്മൾ നടത്തിയ പെൺകുട്ടികളുടെ കല്യാണം എല്ലാം നമുക്ക് സമ്പത്ത് ഉണ്ടായിരുന്ന കാലത്ത് നടത്തിയതാ. ഇന്ന് ആ സ്ഥിതി അല്ല നമുക്ക്. സമ്പത്ത് ഉണ്ടാക്കിയെടുക്കാൻ നെട്ടോട്ട് ഓടുന്ന സമയോ ഇത്. എന്ന് കരുതി മറ്റുള്ളവരെ സഹായിക്കരുത് എന്നല്ല, സൂക്ഷിക്കണം. ഒരു ചതി വന്നാ ഒരുപക്ഷെ നമുക്കതിന്ന് കരകയറാൻ പറ്റിയെന്ന് വരില്ല. കൃത്യം 1 മാസത്തിനകം ഇതെന്നെ തിരികെ ഏൽപ്പിച്ചിരിക്കണം. ഇത് നിന്നെ ഞാൻ വിശ്വസിച്ചേൽപ്പിക്കുന്ന കാശാ. എന്റെ കണക്ക് ബുക്കിൽ വക കൊള്ളിക്കാത്ത കാശ്. വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, ഇന്ന് എപ്പോഴാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത്? അത് പോവാലോ, സമാനുള്ള കാര്യമില്ലേ. വിഷ്ണുട്ടാ, വിഷ്ണുട്ടിന് സമാധാനം ഉണ്ടായേക്കാം, പക്ഷെ എനിക്കുണ്ടാവണ്ടേ? എന്താ മോളെ, ആരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം പറയുന്നത്? സത്യമേ, ഈ വിഷ്ണുട്ടിന് എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട്. ഇന്നലെ രാത്രി വന്നപ്പോ ആ ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ട് കാണുകയും ചെയ്തു. അപ്പൊ തന്നെ ഡോക്ടറെ കാണാൻ പോവാന്ന് ഞാൻ പറഞ്ഞതാ. എവിടെ കൂട്ടാക്കിയില്ല. ഇന്ന് പോവാന്ന് പറഞ്ഞു. എന്നിട്ട് രാവിലെ എങ്ങോട്ട് പോവാൻ ഇറങ്ങുന്നു. എന്താടാ, എന്താ നിനക്ക് പറ്റിയേ? നീ ഇന്നലെ രാത്രി എവിടെ പോയതായിരുന്നു? എന്റെ അമ്മ ശാലിനി പറയുന്ന പോലെ ഒന്നുമില്ല. അതെ, ഇന്നലെ കുറച്ച് അലച്ചിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു സത്യ. പക്ഷെ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഉണ്ടാ എന്നെ കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞ എനിക്കൊന്നുമില്ലെന്ന്. അപ്പൊ പിന്നെ ഇന്നലെ രാത്രി ഉണ്ടായതൊക്കെയോ? ഇന്നലെ രാത്രി എന്തുണ്ടായെന്ന്? അകത്തേക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ തളർന്നാ വന്നത്. അയ്യോ,
ഉണ്ടായേ? ഇതാരാ ഈ ചെടിച്ചട്ടി കൊണ്ട് കൊണ്ടുവച്ചേ? എനിക്ക് വണ്ടി എടുക്കണമെന്ന് അറിയാൻ പാടില്ലേ? എടാ, ആ ചെടിച്ചട്ടികൾ മുൻപും അവിടെ തന്നെ ഉണ്ടായിരുന്നത്. നീ ഇന്നും ഇന്നലെ അല്ലല്ലോ ജീപ്പ് എടുത്തോണ്ട് പോകാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. കൃഷ്ണേട്ടാ, ഞാൻ വീണ്ടും ചോദിക്കാം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ദേ, ഇന്ന് എനിക്ക് അത്യാവശ്യ ജോലികളൊന്നുമില്ല. നമുക്കിപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോവാം. ഏയ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പോയിട്ട് വരാം കേട്ടാ. പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊണ്ടുപോകലൊന്നും നടക്കില്ല സത്യമേ. കൈയോടെ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോയാലേ നടക്കൂ. എന്നാ പിന്നെ ഞാൻ കൊണ്ടുപോകാനുള്ള ഭക്ഷണം എടുത്തു തരാം. ഇന്ന് സ്പെഷ്യൽ ഇഞ്ചിക്കറിയൊക്കെ ഉണ്ട്. വാ, എടുത്തു തരാം.